ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയൊരു ഗ്രാമർ ഭാഗത്തേക്ക് കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഞാൻ ഈ പറയുന്ന സെന്റൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരിക. ഐ പ്ലേ ദ ക്രിക്കറ്റ് ഓൺ സൺഡേസ്. ഐ പ്ലേ ദ ക്രിക്കറ്റ് ഓൺ സൺഡേസ്. ഈ സെന്റൻസിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ആ തെറ്റ്, ഏത് ഭാഗത്താണ് തെറ്റ്, എങ്ങനെ നമുക്ക് ആ എറർ കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും ക്രിക്കറ്റ് എന്ന് പറയുന്നത് എ നെയിം ഓഫ് എ ഗെയിം. വെനവർ യു മെൻഷൻ എ നെയിം ഓഫ് എ ഗെയിം, ദർ ഇസ് നോ നീഡ് ഓഫ് ദി ബിഫോർ ദാറ്റ് വേർഡ്. ആ വാക്കിന് മുമ്പിൽ ദി എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ ഒരു കാര്യവുമില്ല. അത് കോമൺ ആയിട്ട് ഒരു ജനറലായിട്ട് നമ്മൾ പറയുന്ന ഒരു ഗെയിമിൻ്റെ പേരാണ്. അങ്ങനെയുള്ള പേരുകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഗെയിമിൻ്റെ പേരായ ക്രിക്കറ്റ് പറയുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ പറയുന്നു, ചെസ്സ് പറയുന്നു, ക്യാരംസ് പറയുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒന്നും പേരിന് മുമ്പിൽ ദി ക്യാരംസ് അല്ലെങ്കിൽ ദി ചെസ് അല്ലെങ്കിൽ ദി ക്രിക്കറ്റ്, ദി ഫുട്ബോൾ, ദി കബഡി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷെ അതൊരു മാച്ചാണെങ്കിൽ, അതാണ് നമ്മളെ കുഴപ്പിക്കുന്ന മറ്റൊരു സംഗതി. ഇതൊരു മാച്ചാണെങ്കിൽ ദ ക്രിക്കറ്റ് മാച്ച് ഐ വാച്ച്ഡ് യെസ്റ്റർഡേ വാസ് റിയലി അമേസിങ്. ദ ക്രിക്കറ്റ് മാച്ച് ഐ വാച്ച്ഡ് യെസ്റ്റർഡേ വാസ് അമേസിങ്. അവിടെ ഞാൻ ദ ക്രിക്കറ്റ് മാച്ച് എന്ന് പറഞ്ഞത് സ്പെസിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഗെയിംസിൻ്റെ പേരിൻ്റെ മുമ്പിൽ എന്ത് വേണ്ട, ദി വേണ്ട. അതുപോലെ നമ്മുടെ മീൽസ്, നമ്മൾ എപ്പോഴും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ അല്ലെങ്കിൽ ഡിന്നർ, ഇത്തരം സംഗതികളുടെ പേരിൻ്റെ മുമ്പിൽ നമ്മൾ ഐ ഹാഡ് മൈ സപ്പർ അറ്റ് അങ്ങനെ പറഞ്ഞാൽ മതി. അറ്റ് 9 o'clock അല്ലെങ്കിൽ 8 o'clock എന്ന് പറഞ്ഞു. ഐ ഹാഡ് ദിസ് സപ്പർ എന്ന് പറയാൻ പാടില്ല. പക്ഷേ നമ്മളൊരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിക്കുന്ന ലഞ്ചോ അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിന്ന് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ തീർച്ചയായിട്ടും ദി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ദി ലഞ്ചാണ്, ദി സപ്പറാണ്, ദ ഡിന്നറാണ്, അങ്ങനെയൊക്കെ അതിൻ്റെ മുമ്പിലേക്ക് നമുക്ക് ദി ചേർക്കാം. അതുപോലെ ഗോൾഡ്, കോപ്പർ, അലുമിനിയം അതുപോലുള്ള ലോഹങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ നമുക്ക് ദി ചേർക്കാൻ പാടില്ല. പക്ഷേ ഞാനിപ്പോൾ ഭീമയിൽ നിന്ന് വാങ്ങിച്ച ഗോൾഡ് ആണെങ്കിൽ ദ ഗോൾഡ് ഐ ബോട്ട് ഫ്രം ഭീമ വാസ് കോസ്റ്റ്ലി. ഭീമയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച സ്വർണം കോസ്റ്റ്ലി ആയിരുന്നു എന്ന് പറയുമ്പോൾ, പ്യുവർ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ദി ചേർക്കേണ്ടി വരും. ഗോൾഡ് ഈസ് പ്രിഷ്യസ്, അവിടെ നമുക്ക് ദി വേണ്ട. പക്ഷേ ദ ഗോൾഡ് ഐ ബോട്ട് ഫ്രം ഭീമ വാസ് കോസ്റ്റ്ലി. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു സ്ഥലത്ത് ചേർക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും അതേ വാക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ദി ചേർത്തേ പറ്റും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ദി ചേർക്കാൻ പാടില്ലാത്ത സ്ഥലത്തും ദി ചേർക്കാം. അതുകൊണ്ടാണ്. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ടേക്ക് കെയർ.